ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 33 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 34 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലികുല്ലി ഉമ്മത്തിൻ അജൽ فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. يا بني آدم إما يأتينكم رسل منكم يقصون عليكم آياتي فمن اتقى وأصلح فلا خوف عليهم ولا هم يحزنون. والذين كذبوا بآياتنا واستكبروا عنها أولئك أصحاب النار هم فيها خالدون. കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സന്തതികളെ അഥവാ ആദം സന്തതികളെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒടുവിലായിട്ട് 31 മുതലുള്ള സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ സവിശേഷമായ മധ്യമ നിലപാടിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അഥവാ ആരാധനാ വേളകളിൽ നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ അണിയുവിൻ. സാധാരണ അങ്ങനെയല്ല. ഒരാൾ ദൈവവിശ്വാസിയാകുമ്പോൾ അയാൾ പലതും വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുക. ജീവിതത്തെ വികലമായ ഒരവസ്ഥയിൽ സങ്കുചിതമായി ഇടുക്കമുള്ളതാക്കി മാറ്റും. എന്നാൽ ഇസ്ലാമിലെ ആരാധന തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങൾ ആരാധനാവേളയിൽ ഏറ്റവും ആകർഷകമായ വസ്ത്രങ്ങളൊക്കെ ധരിക്കുവിൻ, അങ്ങനെ അലങ്കാരങ്ങൾ അണിയുവിൻ. മറ്റു ചിലര് നഗ്നരായിട്ടാണ് ആരാധിക്കുക. കൂടുതൽ ഭക്തി വരുമ്പോൾ വസ്ത്രം പരമാവധി കുറച്ചുകൊണ്ടുള്ള ആത്മീയതയും ഭക്തിയുമാണ് അവർ പ്രകടിപ്പിക്കുക. ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത്, നേരെ മറിച്ചാണ്. നിങ്ങൾ ഭക്ഷിച്ചോളൂ, കുടിച്ചോളൂ, എന്നാൽ അതിര് കവിയരുത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. അല്ലാഹു തആല തന്നിൽ വിശ്വസിക്കുന്ന ഇഷ്ടദാസന്മാർക്ക് അനുവദിച്ച കാര്യങ്ങൾ ആരാണ് അവർക്ക് നിഷിദ്ധമാക്കിയത്? വല്ലാത്തൊരു ചോദ്യമായിരുന്നു അത്, അല്ലേ? വിശിഷ്ടമായ ഭക്ഷ്യവിഭവങ്ങളും മറ്റ് അലങ്കാരങ്ങളും ആരാണ് അവർക്ക് നിഷിദ്ധമാക്കിയത്? അത് ഈ ലോകത്ത് വിശ്വാസികൾക്കുള്ളതാണ്, പരലോകത്താവട്ടെ വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് എന്ന് പിന്നെ വിശദീകരിച്ചു. അവിടെയും ധാരാളിത്തവും ധൂർത്തും ആകാം എന്നല്ല, മറിച്ച് അള്ളാഹു അനുവദിച്ച വിഭവങ്ങളെ നിഷിദ്ധമാക്കരുത് എന്നുള്ളതാണ്. തുടർന്ന് 33 എന്താ പറഞ്ഞത്? അള്ളാഹു എന്താണ് യഥാർത്ഥത്തിൽ നിഷിദ്ധമാക്കിയത്? അതിൻ്റെ ചില അടിസ്ഥാനങ്ങൾ എണ്ണി പറയാണ് ചെയ്തത്. അതിലൊന്ന് എന്തായിരുന്നു? മ്ലേച്ഛവൃത്തികളാണ്, സദാചാര വിരുദ്ധമായ പ്രവൃത്തികളാണ്. അത് പ്രത്യക്ഷമായും പരോക്ഷമായും പരസ്യമായും രഹസ്യമായും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ സംഭവിക്കരുത്. അന്യായമായിട്ട് അന്യരെ കയ്യേറ്റം ചെയ്യുന്ന, അന്യരുടെ അവകാശങ്ങൾ
പിടിച്ചു പറിക്കുന്ന, നിഷേധിക്കുന്ന നിലപാടുകൾ ഉണ്ടാകരുത്. പിന്നെ എല്ലാറ്റിലും ഉപരിയായിട്ട് അള്ളാഹുവിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ അള്ളാഹുവിൽ മറ്റുള്ളവയെ പങ്കു ചേർക്കാം എന്നതിന് വല്ല തെളിവും ലഭിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനാൽ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്തത് അള്ളാഹുവിന്റെ പേരിൽ ചമച്ച് പറയരുത്. ഇത്രയും കാര്യങ്ങളാണ് 33-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞത്. ഇനി നമ്മൾ 34-ലേക്ക് പ്രവേശിക്കുകയാണ്. 34-ാമത്തെ സൂക്തം ഇതിനോട് ചേർത്തുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. അഥവാ ഇങ്ങനെ ഈ ഒടുവിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, 33-ാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അത് മുഖേന അവർക്ക് എന്ത് സംഭവിക്കും? അത് അവരുടെ നാശ നിമിത്തമാകും. ഒരു സമൂഹത്തെ തന്നെ അള്ളാഹു ചിലപ്പോ തുടച്ചു നീക്കിക്കളയാൻ ഇടയുണ്ട് എന്ന താക്കീത് നൽകാണ് 34-ാമത്തെ സൂക്തം. വലികുല്ലി ഉമ്മത്തിൻ അജൽ. നമുക്ക് അർത്ഥം ശ്രദ്ധിക്കാം. വ അതോടൊപ്പം ലിക്കുല്ല് എല്ലാവർക്കുമുണ്ട്, ഉമ്മ സമുദായം, വലികുല്ലി ഉമ്മത്തിൻ ഓരോ സമുദായത്തിനും ഉണ്ട് അജൽ ഒരു കാലം, അല്ലെങ്കിൽ ഒരു കാലാവധി, ഒരു നിർണിത കാലാവധി ഉണ്ട്. ഫഇദാ ജാഅ അജലുഹും, ഫഇദാ ജാഅ അതിനാൽ വന്നെത്തിയാൽ, ആസന്നമായാൽ, അജലുഹും അവരുടെ കാലം അല്ലെങ്കിൽ കാലാവധി വന്നെത്തിയാൽ, ലാ യസ്തഖിറൂൻ അവർ പിന്തിക്കുകയില്ല, സാഅത്തൻ ഒരു നിമിഷം പോലും, അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും, വലാ യസ്തഖ്ദിമൂൻ മുന്തിക്കുകയുമില്ല. അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പിന്തിക്കാനോ മുന്തിക്കാനോ ആർക്കുമാവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയാൻ. വളരെ ആഴമേറിയ ആശയമുള്ളൊരു സൂക്താണിത്. വലികുല്ലി ഉമ്മത്തിൻ അജൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ സമുദായം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. പക്ഷെ ശരിക്കും ഉമ്മത്ത് എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു സംസ്കാരത്തെ, ഒരു ജീവിത ദർശനത്തെ തങ്ങളുടെ നിലപാടായിട്ട് സ്വീകരിച്ച അതിൻ്റെ വാഹകരും വക്താക്കളുമായ ആളുകളെയാണ് ഉമ്മത്ത് എന്ന് പറയാം. സാധാരണ ഒരു പെറ്റുപെരുകിയ സമുദായം ഉണ്ടല്ലോ, അതിന് ഖൗമ് എന്ന വാക്ക് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നവരല്ലാത്ത ഒരു പല നിലപാടുകളുള്ള എന്നാൽ ഒരു രാജ്യത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ആകുമ്പോൾ ഒരു ഖൗമ് എന്നാണ് പ്രയോഗിക്കുക. ഉദാഹരണത്തിന് ഇന്ത്യൻ ജനത ഇന്ത്യക്കാർ എന്ന നിലയ്ക്ക് ഒന്നിച്ചു നിൽക്കുന്നവരാണ്. ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും അഖണ്ഡതയ്ക്കും വേണ്ടി നിലകൊള്ളുന്നവരാണ്. അതേ സമയത്ത് എല്ലാവരുടെയും വിശ്വാസവും സംസ്കാരവും നിലപാടുകളും എല്ലാം എല്ലാ കാര്യത്തിലും ഒന്നാണോ? അങ്ങനെയല്ല. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ ഒരു സങ്കലനമാണ് നമ്മുടെ രാജ്യം, അല്ലെ? അതിനാൽ ഇന്ത്യക്കാരെ നമുക്ക് ഉമ്മത്ത് എന്ന് വിളിക്കാൻ കഴിയില്ല. ഇന്ത്യക്കാർ ഒരു ഖൗമാണ്, ഒരു ജനതയാണ്, ഒരു സമൂഹമാണ് എന്ന് വിളിക്കാം. അതേസമയം ഉമ്മത്ത് എന്ന് പറയുന്നത് ഇമാമത്തുള്ള സമൂഹത്തിനാണ്. അങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം. ഒരു നേതൃത്വമുള്ള, കൃത്യമായ ലക്ഷ്യബോധമുള്ള, ഒരേ അജണ്ടയുമായിട്ട് പ്രവർത്തിക്കുന്ന, കൃത്യമായ കർമ്മ പരിപാടിയുള്ള, ആദർശ നിലപാടുള്ള ഒരു സമൂഹത്തെയാണ് ഉമ്മത്ത് എന്ന് പറയാൻ. ഖുർആനില് പലയിടങ്ങളിൽ ആ പ്രയോഗം വന്നിട്ടുണ്ട്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമുദായം. എന്നിട്ട് അള്ളാഹു ആ സമുദായത്തിന്റെ ഗുണങ്ങൾ എണ്ണി പറയുന്നുണ്ട്, അല്ലെ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനകളില് ഉമ്മത്ത് മുസ്ലിമ, ഞങ്ങളെ ഒരു ഉമ്മത്ത് മുസ്ലിമയാക്കണമേ, വമിൻ ദുർരിയത്തിന ഉമ്മത്ത് മുസ്ലിമ എന്ന് പ്രയോഗിച്ചത് കാണാം. അപ്പൊ അവിടെയൊക്കെ ആദർശ സമൂഹം എന്നുള്ള ആശയം കൂടി ഉൾക്കൊള്ളുന്നു. ഇവിടെ വലികുല്ലി ഉമ്മത്തിൻ അജൽ എന്ന് പറയുമ്പോൾ ഓരോ സമൂഹത്തിനും
ഒരു അവധിയുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അജൽ എന്ന വാക്കിന് അവധി എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ നിശ്ചിത അവധിയുടെ അവസാനം, അവധി എന്ന് പറയുമ്പോൾ അതൊരു അവസാന ഘട്ടം എന്നുള്ള അർത്ഥമുണ്ടല്ലോ അല്ലെ. നിനക്ക് എത്ര നാൾ അവധിയുണ്ട് എന്ന് ചോദിച്ചാൽ ആ അവധി അവസാനിക്കുന്ന ദിവസം എപ്പോഴാണ് എന്നായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോ ഉമ്മത്തിനും അതിൻ്റെ അവധിയുണ്ട്. അവരുടെ പ്രതാപവും ഐശ്വര്യവും ഒക്കെ നിലച്ചു പോകുന്ന ഒരു സന്ദർഭമുണ്ട് എന്നായിരിക്കും അവിടെ ആശയം. അപ്പൊ ശരിക്കും അവധി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ അവധി? അയാളുടെ മരണമായിരിക്കും അയാളുടെ അവധി, അല്ലെ? അങ്ങനെയാണല്ലോ പൊതുവെ നമ്മൾ പറയാം. അത് വർഷങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മാസങ്ങൾ കൊണ്ടും ദിവസങ്ങൾ കൊണ്ടും പിന്നെ മണിക്കൂറുകൾ കൊണ്ടും നിമിഷങ്ങൾ കൊണ്ടും ഒക്കെ കണക്കാക്കപ്പെടുന്ന ഒരു അവധിയായിരിക്കും, അല്ലെ? ഒരു സമൂഹത്തിന്റെ കാലാവധി എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ നൂറ്റാണ്ടുകളായിരിക്കാം, അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായിരിക്കാം. ഉദാഹരണത്തിന് മുസ്ലിം ഉമ്മത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പുനഃക്രമീകരിക്കപ്പെട്ട മുസ്ലിം ഉമ്മത്ത് ഇപ്പോ 14 നൂറ്റാണ്ടായി, അല്ലെ? ഇത് ഹിജ്റ വർഷം 1446 14 നൂറ്റാണ്ട് പിന്നിടുകയാണ്. അപ്പൊ അങ്ങനെ അത് 1.5 സഹസ്രാബ്ദമായി. അങ്ങനെ പറയുമ്പോൾ 1446. അപ്പൊ അതൊരു നീണ്ട കാലാവധിയാണോ? ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലാവധി അങ്ങനെയാകാം എന്ന് മനസ്സിലാക്കാം. ഏതായാലും ഒരു വ്യക്തിയുടെ ആയാലും സമൂഹത്തിന്റെ ആയാലും കാലാവധി ആരുടെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നമുക്കത് കൃത്യമായിട്ട് കണക്കാക്കാൻ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കാം. വ്യക്തിയുടെ കാലാവധി മരണമാണ് എന്ന് പറഞ്ഞു, അല്ലെ? അതോടുകൂടി അയാൾ അവസാനിക്കും. പക്ഷേ അയാളുടെ കുടുംബത്തിന്റെ കാലാവധി അയാളുടെ മക്കളിലൂടെ വീണ്ടും തലമുറകളായിട്ട് നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു സമൂഹത്തിന്റെ കാലാവധിയോ അതുകൊണ്ട് തന്നെ അത് വളരെ ദൈർഘ്യമേറിയതാകാം. ഒരു പ്രത്യയശാസ്ത്രത്തിൽ, ആശയത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാകാം. അവരുടെ അവധി എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ അത് സംഭവിക്കാം? ഒരു സമുദായത്തിന്റെ അവധി ഒരുപക്ഷെ അത് പ്രകൃതിക്ഷോഭത്തിലൂടെ ആകാം, ദൈവിക ശിക്ഷയിലൂടെ ആകാം, ദൈവികമായ പരീക്ഷണങ്ങളിലൂടെ സംഭവിക്കാം, അല്ലെ? അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ അവധി സംഭവിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കാം. അതേസമയം ഒരു സംസ്കാരത്തിന്റെ, ഒരു ജീവിത സന്ദേശത്തിന്റെ അവധി എന്ന് പറയുന്നത് ആ സമുദായം അതിൽ നിന്ന് പിറകോട്ട് പോയി ആ വിശുദ്ധമായ നിലപാടിൽ നിന്ന് അന്ധമായ അധപ്പതനത്തിലേക്ക് ചെന്ന് പെടുന്നൊരു ഘട്ടമുണ്ടല്ലോ, അതായിരിക്കും അവരുടെ അവധി. പലതരം പ്രത്യയശാസ്ത്രങ്ങൾ ഈ ലോകത്ത് പല കാലങ്ങളിലായിട്ട് വന്ന് ഉദയം ചെയ്ത് അസ്തമിച്ചു പോയിട്ടുണ്ട്, അല്ലേ? പലതരം സിദ്ധാന്തങ്ങൾ, വലിയ വലിയ സാമ്രാജ്യങ്ങൾ, നമ്രൂദിന്റെയും ഫിർഔനിന്റെയും ഒക്കെയുള്ള സാമ്രാജ്യങ്ങൾ ഈ ലോകത്ത് വന്ന് കടന്നു പോയതാണ്. നിർണിതമായ ഒരു കാലഘട്ടം അവരിവിടെ ഉജ്ജ്വലമായിട്ട് കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവും, പിന്നെ അത് ഇല്ലാതെയാകുന്നു. ദൈവധിക്കാരത്തിന്റെ ഫലമായിട്ട് ആദ് സമൂദ് പോലെയുള്ള സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ പല സമൂഹങ്ങളും ഇല്ലാതെയാവുന്നുണ്ട്, അല്ലെ? പ്രത്യയശാസ്ത്രങ്ങൾ നോക്കുമ്പോഴും ഇന്ന് ലോകത്ത് കമ്മ്യൂണിസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിൻ്റെ പേരിൽ ചില ഡ്യൂപ്ലിക്കേറ്റ് ഭരണകൂടങ്ങളും അതുപോലെ ഉള്ള ചില ചിഹ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, അല്ലെ? ചെങ്കൊടിയുണ്ട്, അതുപോലെ അങ്ങനെയൊക്കെയുള്ള ചില ചിഹ്നങ്ങൾ. അതുപോലെ അവരുടെ ആചാര്യന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അവരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കും. പക്ഷേ കമ്മ്യൂണിസം ശരിക്കും ഇന്ന് പാലിൽ വെള്ളം ചേർത്ത് ഒടുവിൽ വെള്ളമായി മാറിപ്പോയ പോലെ പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും അത് മുതലാളിത്തത്തിന്റെ സകല ജീർണതകളും പേറുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്തിരിക്കുന്നു, അല്ലെ? ശരിക്കും അതുകൊണ്ട് തന്നെ ആശയപരമായിട്ട് അത് അതിൻ്റെ കാലാവധി പൂർത്തിയാക്കി അവസാനിച്ചു പോയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇന്ന് ലോകത്തെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം അവര് ആ നിറവും ചിഹ്നങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ പല ആശയങ്ങളും അസ്തമിച്ചു പോകുന്നുണ്ട്.
എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാ ഉമ്മത്തിനും ഒരു അവധിയുണ്ട്. ഫഇദാ ജാഅ അജലുഹും, അങ്ങനെ അവർ അവരുടെ അവധിയിൽ എത്തിയാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, പിന്നെ ഒരു നിമിഷം പിന്തിക്കാനോ മുന്തിക്കാനോ ആർക്കുമാവില്ല. ലാ യസ്തഖ്ദിമൂൻ, അവർ മുന്തിക്കുകയില്ല. ലാ യസ്തഖിറൂൻ, അവർ പിന്തിക്കുകയില്ല എന്നാണ് പദത്തിന്റെ അർത്ഥം. ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്കും കഴിയില്ല, ഇനി ആര് തന്നെ ശ്രമിച്ചാലും അവരുടെ അവധിയെ ഒന്നുകൂടി മുന്തിച്ചിട്ട്, അല്ലെ, ഒരു കാലഘട്ടം കൂടി അല്ലെങ്കിൽ ഒരു ഭരണം കൂടി അവർക്ക് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടല്ലോ, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതേപോലെ തന്നെ അള്ളാഹു നിശ്ചയിച്ച അവധിക്ക് മുമ്പായിട്ട് അവരെ ഇല്ലായ്മ ചെയ്യാനും കഴിയില്ല. ഇത് വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ബാധകമായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഓർക്കുന്നുണ്ടല്ലോ, അള്ളാഹുവെ ധിക്കരിച്ച് അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുന്ന സമൂഹത്തെ മുൻനിർത്തി പറയുമ്പോൾ ഇതില് ഒരു ശിക്ഷയുടെ താക്കീത് അടങ്ങിയിട്ടുള്ളതായിട്ട് കാണാം. നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ കളിച്ചോളൂ, മക്കക്കാരെ, ഖുറൈശികളെ, നിങ്ങളൊരു നാടിന്റെ ഭരണാധികാരികളും അധിപന്മാരുമാണ്. അതുപയോഗിച്ച് നിങ്ങൾ ദൈവധിക്കാരപരമായ അഹങ്കാരത്തിലേക്ക് വഴുതിപ്പോയാല് അത് നിങ്ങൾക്ക് തന്നെ വലിയ ദോഷം ചെയ്യും എന്നുള്ള ഒരു ഉണർത്തൽ അതിലുണ്ട്. അതേപോലെ തന്നെ കാലാവധി നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്, നിങ്ങളല്ല എന്നുള്ള സൂചനയും ഈ സൂക്തം നൽകുന്നുണ്ട്, അല്ലെ? ഉഗ്രപ്രതാപിയായ വ്യക്തികളായിരുന്നാൽ പോലും അവരെത്ര കാലം ജീവിക്കണം അള്ളാഹു തീരുമാനിക്കും എന്നല്ലേ? ഇങ്ങനെയാണല്ലോ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അന്ത്യനിമിഷങ്ങളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടില്ലേ? ഒടുവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എങ്ങനെയാവണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലോകത്ത് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന സകല വൈദ്യന്മാരെയും ഉപയോഗപ്പെടുത്തി ചികിത്സിച്ചിട്ടും അയാൾ മരണപ്പെട്ടു പോയി. അപ്പൊ അത് തിരിച്ചറിഞ്ഞപ്പോ, ഞാൻ മരണത്തിലേക്ക് പോവാണ് എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം എഴുതി വെച്ചല്ല എങ്ങനെയായിരിക്കണം തൻ്റെ വിലാപയാത്ര. എങ്ങനെയാണ്? എൻ്റെ ശവമഞ്ചം എന്നെ ചികിത്സിക്കുന്ന വൈദ്യന്മാരെ ചുമക്കണം എന്ന് പറഞ്ഞു. കാരണം ഒരു വൈദ്യശാസ്ത്രത്തിനും ഒരാളുടെ അവധി നീട്ടിക്കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എൻ്റെ കൈകൾ ഇങ്ങനെ നിവർത്തി വെക്കണം എന്ന് അയാൾ പറഞ്ഞു. കാരണം എന്താണ്? ലോകം തന്നെ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച ആളാണ്, പക്ഷെ വെറും കൈയോടെ ഇതാ തിരിച്ചു പോകുന്നു. എന്നെ കൊണ്ടുപോകുന്ന വഴികളില് എൻ്റെ കൊട്ടാരത്തിലെ മുത്തുകളും പവിഴങ്ങളും വിതരണം, അതൊന്നും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ലോകം അറിയട്ടെ. ഇങ്ങനെ വലിയൊരു തിരിച്ചറിവിലെത്തുന്നത് കാണാൻ പറ്റും. അപ്പൊ അതിനാൽ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ നിലപാടുകൾ കൂടി തീർച്ചയായിട്ടും ഓരോ മനുഷ്യന്റെയും അവധി നിർണയിക്കുന്നതിൽ വളരെ പ്രധാനമാണ്. ഒരാള് ഈ ലോകത്ത് ജീവിക്കാൻ അർഹനാണോ അല്ലയോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഒരാൾക്ക് ലോകത്ത് ജീവിക്കാനുള്ള കാലം നിശ്ചയിക്കാം, അല്ലേ? അല്ലാതെ ദൈവധിക്കാരിയായ ഒരാൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ധാർമ്മികമായിട്ട് എന്ത് അർഹതയാ ഉള്ളത്? അള്ളാഹു അല്ലേ അവന് ജീവിക്കാൻ എല്ലാ അവസരവും നൽകിയത്. അതിന് വിരുദ്ധമായാണ് അയാൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അയാൾക്ക് എന്ത് അർഹതയാണുള്ളത് എന്ന ചോദ്യം പ്രസക്തമാണ്, അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. അതിനാൽ അവധി നിർണയിക്കുവാൻ അധികാരമുള്ളത് അള്ളാഹുവിന് മാത്രമാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവും. അത് അള്ളാഹുവിനെ അറിയുള്ളൂ. ഇവ ഇസ്രയേൽ എന്ന രാജ്യം അമേരിക്കയുടെ പിൻബലത്തില് ഗസയിൽ, ഫലസ്തീനിൽ നടത്തിയ നരനായാട്ട്, വംശഹത്യ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് അള്ളാഹു എന്താണ് അവരെ പെട്ടെന്ന് അങ്ങ് നശിപ്പിക്കാതിരുന്നത്? ആ നെതന്യാഹു ഇപ്പോഴും ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ കരുതും. അള്ളാഹുവിൽ ഒരു അവധിയുണ്ട്, അത് അവനെ അറിയുള്ളൂ. അതില് എന്താണ് അതിൻ്റെ നന്മ എന്നതും അവന് തന്നെ അറിയുള്ളൂ എന്നുള്ളതാണ്. അതില് കൈവക്കാൻ നമുക്കാർക്കും സാധ്യമല്ല എന്ന് മനസ്സിലാക്കണം. അതേസമയം ലോകത്തിന് വലിയ പാഠങ്ങളാണ് ഈ നാളുകളിൽ, വെടിനിർത്തൽ സംഭവിച്ച നാളുകളിൽ ലഭിച്ചിരിക്കുന്നത്, അല്ലെ? കേവല ഭൗതികന്മാരുടെ നിലപാട് എന്തായിരിക്കും? അതേസമയത്ത് ജീവിതത്തെക്കാൾ മരണത്തെ, രക്തസാക്ഷ്യത്തെ കൊതിക്കുന്ന സമൂഹത്തിന്റെ നിലപാട് എന്തായിരിക്കും? അവരെത്ര ന്യൂനപക്ഷമാണെങ്കിലും അവർ മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്താണ്?
ആ ബന്ദികളാക്കപ്പെട്ട സഹോദരിമാര് ഇറങ്ങി പോകുന്ന കണ്ടില്ലേ, കയ്യിലൊരു കിറ്റൊക്കെ പിടിച്ച്. ഹമാസ് കൊടുത്ത ഉപഹാരങ്ങളും കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ ഒരു കുടുംബ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന മാതിരിയാണ് അവർ പോയത്, അല്ലെ? അതിനാൽ ആ സംഘത്തിന്റെ സംസ്കാരം എന്താണ്? അതേ സമയത്ത് മറുവശത്ത് ഇസ്രയേൽ പിടിച്ചുകൊണ്ട് പോയ ആ നിരപരാധികൾ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ എന്താണ്? ഇതൊക്കെ ലോകത്തോട് വിളിച്ചു പറയാണ്. അതിനൊക്കെ അള്ളാഹു ഒരു അവസരം സൃഷ്ടിക്കുകയാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് വിലയിരുത്താവുന്നതാണ് എന്നതാണ്. അതിനാൽ വളരെ ശ്രദ്ധേയമായ സൂക്തമാണ് 34. ഇനി 35 പോകാം. യാ ബനി ആദമ ഇമ്മാ യഅതിയന്നകും റസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി فمن اتقى وأصلح فلا خوف عليهم ولا هم يحزنون. യാ ബനി ആദം, മനുഷ്യ സന്തതികളെ, ആദം സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് സൂക്തം വീണ്ടും ആരംഭിക്കുന്നത്. ഇമ്മ യഅതിയന്നകും, ഇമ്മ എങ്കിൽ, യഅതി വരുന്നു, യഅതിയന്ന നിശ്ചയം വരുന്നുവെങ്കിൽ, മിന്നി എന്നിൽ നിന്നുള്ള, ഇമ്മ യഅതിയന്നകും റുസുലും മിൻകും നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ നിങ്ങൾക്ക് വരുന്നുവെങ്കിൽ, യഖുസ്സൂന അലൈക്കും, ഖസ്സ യഖുസ്സു നിങ്ങൾക്ക് ഓതിത്തരുന്ന, പറഞ്ഞു തരുന്ന ദൂതന്മാർ, അലൈക്കും നിങ്ങൾക്ക്, ആയാത്തി എൻ്റെ സൂക്തങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ദൈവദൂതന്മാർ നിങ്ങൾക്ക് വന്നെങ്കിൽ, ഫമനിത്തഖ അപ്പോൾ ആര് തഖ്വ കൈക്കൊള്ളുന്നുവോ, ജാഗ്രത പാലിക്കുന്നുവോ, വ അസ്ലഹ നന്മ പ്രവർത്തിക്കുകയും അഥവാ സംസ്കരിക്കുകയും ചെയ്യുന്നുവോ, ആ സൂക്തങ്ങൾ അനുസരിച്ച് ജീവിതത്തെ സംസ്കരിക്കുകയും ചെയ്യുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം അവർ ഭയപ്പെടേണ്ടതില്ല, വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കാനും ഇടയാവുകയില്ല. അള്ളാഹുവിൻ്റെ മഹത്തരമായ ഒരു വാഗ്ദാനം അടങ്ങിയ സൂക്താണിത്. യാ ബനി ആദം, ആദം സന്തതികളെ എന്ന് വിളിക്കുമ്പോൾ മനുഷ്യകുലത്തെ മൊത്തം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇമ്മാ യഅതിയന്നകും റുസുലും മിൻകും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ വരികയാണെങ്കിൽ, യഖുസ്സൂന അലൈക്കും ആയാത്തി എൻ്റെ വചനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നവരായ ദൂതന്മാർ വന്നാൽ, ഫമനിത്തഖ അപ്പോൾ ആർ തഖ്വ പാലിക്കുന്നുവോ, ദൈവിക നിയമങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നുവോ, വ അസ്ലഹ സ്വയം സംസ്കരിക്കുകയും ചെയ്യുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അവർക്ക് ഭയമേതുമില്ല, ദുഃഖിക്കേണ്ടതുമില്ല എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറൊരു ആയത്ത് കടന്നു വരും, അല്ലേ? സൂറത്തുൽ ബഖറയിലെ ഓർക്കുന്നില്ലേ, 38 സൂക്തം ഇതേ ആശയാണ്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, ആദം അലൈഹിസ്സലാമും കുടുംബവും അഥവാ പ്രിയതമ ഹവ്വ ബീവിയും അതേപോലെ തന്നെ ഒരുപക്ഷെ ഇബ്ലീസും ഭൂമിയിലേക്ക് അയക്കപ്പെടുകയാണ്. ഇഹ്ബിതു മിൻഹാ ജമീഅ നിങ്ങൾ ഒന്നടങ്കം ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു. എന്നിട്ടൊരു ഓഫർ വെച്ചു. ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ, ഫമൻ തബിഅ ഹുദായ ആ എൻ്റെ സന്മാർഗത്തെ ആർ പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ ഭയക്കേണ്ടി വരില്ല, അവര് ദുഃഖിക്കേണ്ടിയും വരില്ല എന്നാണ്. ഇതേ ആശയം തന്നെ ചില വാക്ക് വ്യത്യാസങ്ങളോടെ, വാചക ഘടനയിലുള്ള വ്യത്യാസങ്ങളോടുകൂടി ഇവിടെ അവതരിപ്പിക്കുകയാണ് അള്ളാഹു. ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തിയാൽ എന്നതിന് പകരം ഇമ്മ യഅതിയന്നകും റുസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാത്തി എന്നാണ് വന്നത്, അല്ലേ?
നിങ്ങൾക്ക് വരികയാണെങ്കിൽ എന്നിൽ നിന്നുള്ള ദൈവദൂതന്മാർ, അവര് ആരാണ്? എൻ്റെ വചനങ്ങൾ, എൻ്റെ സൂക്തങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ദൈവദൂതന്മാർ വന്നാൽ എന്നാണ്. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതിന് പകരം ഫമൻ ഇത്തഖ വ അസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വാഗ്ദാനമാണിത്. പക്ഷെ ഈ വാഗ്ദാനം പുലരണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്, അല്ലേ? ഇവിടെ അള്ളാഹു പ്രവാചകന്മാർ വരുന്നതിനെ കുറിച്ച് ഉപയോഗിച്ച ശൈലി ഇമ്മാ യഅ്തിയന്നകും റുസുലും മിൻകും എന്നാണ്. എന്നിൽ നിന്നുള്ള നിങ്ങളിൽ നിന്നുള്ള ദൈവദൂതന്മാർ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, മനുഷ്യരായ ദൈവദൂതന്മാരായിരിക്കും, അവർ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞത് എന്താണ്? ഓരോ കാലഘട്ടത്തിനും വരും എന്ന് തന്നെയാണ്. യഅ്തിയന്ന, അവിടെ ആ ശദ്ദുള്ള നൂന് തീർച്ചയായും സംഭവിക്കും എന്നുള്ള ഉറപ്പാണ്. അതിനാൽ ഓരോ കാലഘട്ടത്തിനും സാന്ദർഭികമായിട്ട് ദൈവദൂതന്മാർ വരും എന്നുള്ള സൂചനയുണ്ട്. ഇനി അഥവാ ഒരു ദൈവദൂതന്റെ സന്ദേശം ലഭിക്കാത്ത ഒരു സമൂഹം ഉണ്ടായാലോ? വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. സൂറത്തുൽ ഇസ്രായില് അങ്ങനെ വന്നിട്ടുണ്ട്. ദൈവദൂതനെ നിശ്ചയിക്കുന്നതുവരെ നാം ഒരു സമൂഹത്തെയും ശിക്ഷിക്കുകയില്ല. ഏതെങ്കിലും ഒരു സമൂഹത്തിന് അങ്ങനെ പ്രവാചകന്മാരെ ലഭിക്കാതിരുന്നാൽ അവരെ ശിക്ഷിക്കുകയില്ല എന്ന്. കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരത്തിനിടയിൽ പറഞ്ഞു, കർണാടകയിലെ കുടക് എന്ന നാടുണ്ടല്ലോ, അവിടെ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് അത്രേ. പുറം ലോകവുമായിട്ട് മറ്റ് മനുഷ്യരുമായി സാമൂഹ്യ ബന്ധങ്ങളൊന്നും ഇല്ലാതെ കാട്ടിൽ തന്നെ കനികൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം. അവർക്ക് നമ്മുടെ ഭാഷ അറിയില്ല, നമ്മുടെ ജീവിതവും സംസ്കാരവും ഒന്നും അറിയില്ല. വേറെ തന്നെ ഒരു ലോകത്താണ് അവരുടെ ജീവിതം. അപ്പൊ അവരിലേക്ക് നമ്മൾ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടതില്ലേ എന്നവർ ചോദിക്കും. അവര് അവരുടേതായ ശുദ്ധ പ്രകൃതിയിൽ ജീവിക്കുകയാണ്. ചിലപ്പോൾ അവർക്ക് ചില കുലദൈവങ്ങളൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അറിയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സമൂഹം ഉണ്ടായാൽ അവർ മറ്റു മനുഷ്യരായിട്ട് ഇടപഴകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ ശിക്ഷിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. അവരുടേതായ ശുദ്ധ പ്രകൃതിയിൽ കഴിച്ചു കൂട്ടുന്ന ആൾക്കാരാണ്. അതേസമയം നമ്മെ പോലുള്ള മനുഷ്യരായിട്ട് അവർക്ക് കോണ്ടാക്ട് ഉണ്ടെങ്കിലോ, നമ്മൾ ശ്രമിച്ച് അവരുമായി ആശയവിനിമയം നടത്തിയിട്ട് ഈ പ്രകൃതി സത്യം അവർക്ക് എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. അതിനാൽ അള്ളാഹു ഇമ്മാ എന്നിവിടെ പ്രയോഗിച്ചത്, നിങ്ങൾ വരികയാണെങ്കിൽ, ദൈവദൂതന്മാർ വന്നെത്തുകയാണെങ്കിൽ എന്ന് മാത്രം പറയുമ്പോൾ ഇങ്ങനെ ചിലരെ ഉദ്ദേശിച്ചിരിക്കാമോ എന്നറിയില്ല. കാരണം അള്ളാഹു നീതിമാനാണ്. സ്വയം കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ആളുകൾ ഉണ്ടാവാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമാണ്. ഉദാഹരണത്തിന് ബുദ്ധിപരമായി വെല്ലുവിളി അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ഓട്ടിസം ബാധിച്ചവരുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, അവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഏതായാലും ഓരോ കാലഘട്ടത്തിലും അള്ളാഹു ഏറ്റെടുത്ത ദൗത്യമാണ് പ്രവാചക നിയോഗം എന്നുള്ളത്. അത് നിരന്തരം സംഭവിച്ചിട്ടുണ്ട്. നേരിട്ട് പ്രവാചകനെ കാണാനും സഹവസിക്കാനും കേൾക്കാനും കഴിയാത്ത സമൂഹങ്ങൾ ഉണ്ടാവും. അവരുടെ അവസ്ഥ എന്താണ്? സന്ദേശം എത്തിയിട്ടുണ്ടോ എങ്കിൽ അത് മതി എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു പിരിഞ്ഞു പോയിട്ട് 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടല്ലോ. അപ്പൊ ഈ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവിടുന്ന് നമുക്ക് വേണ്ടി വിട്ടേച്ചു പോയ സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് യാതൊരു കലർപ്പുമില്ലാതെ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ നമ്മളും ആ ഗണത്തിൽ ഉൾപ്പെടുന്നു, അല്ലെ? ആ സന്ദേശം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അപ്പൊ അതിനാൽ അങ്ങനെ നിങ്ങൾക്ക് വന്നെത്തിയെങ്കിൽ, വീണ്ടും കണ്ടീഷൻ പറയാണ്, എന്നിട്ട് തഖ്വ പാലിച്ച് ആ ദൈവിക വചനങ്ങൾ ഉൾക്കൊണ്ട് സൂക്ഷ്മതയോടെ ജീവിച്ച് വഅസ്ലഹ, സ്വന്തം നിലപാടുകളെ സംസ്കരിച്ച് മുന്നോട്ട് പോയ ആള്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടിയും വരില്ല എന്ന് അല്ലാഹു പറയാണ്. എന്താണ് ഭയക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്?
അവര് പ്രശാന്തമായ മാനസികാവസ്ഥയിലായിരിക്കും. ആർക്കാണ് ഭയം ഉണ്ടാ? കയ്യിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിയുള്ള ആളാണ് അയാള്, അല്ലെ? കയ്യിൽ എന്തോ ഉണ്ടായിരിക്കും, അത് നഷ്ടപ്പെടുമോന്ന് പേടിച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ജാഗ്രതയിൽ ഇങ്ങനെ കഴിയുന്ന ആളാണ്. ദുഃഖം ആർക്കണ്ട? ആ കയ്യിലുള്ളത് നഷ്ടപ്പെട്ടു പോയ ആളാണ് ദുഃഖിതനാവുക. ദൈവവിശ്വാസി ഒരിക്കലും അങ്ങനെ ആകുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അന്ധമായ ഭയപ്പാടുണ്ടാകേണ്ട ആളുമല്ല. തൻ്റെ കൂടെ പടച്ച തമ്പുരാനുണ്ട്, അവന്റെ കാവലിലാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് എന്ന ബോധ്യം അയാളില് ആത്മവിശ്വാസം നൽകും. എന്ന് കരുതിയിട്ട് എന്തും ചെയ്യാമെന്നല്ല, തവക്കുലിന്റെ പാഠം പഠിപ്പിക്കുന്നുണ്ടല്ലോ. മനുഷ്യസാധ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തേണ്ടതുണ്ട്, ജാഗ്രത ഉണ്ടാവണം, എന്നിട്ട് അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്, അല്ലെ? നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ദുഃഖിക്കുന്നില്ല. അള്ളാഹു നൽകിയത് അവൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന നിലയ്ക്ക് അവൻ അത് ഉൾക്കൊള്ളാൻ സാധിക്കും. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സ്വസ്ഥമായ മനസ്സ് അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. നഷ്ടം സംഭവിച്ചാൽ, വിപത്തുകൾ ഉണ്ടായാൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, അവനിലേക്ക് മടങ്ങുന്നവരാണ്. മുമ്പേ ചിലരെ അള്ളാഹു കൊണ്ടുപോകുന്നു, ഇഷ്ടപ്പെട്ടവർ അള്ളാഹുലേക്ക് കടന്നു പോകുമ്പോൾ പിന്നാലെ നമ്മളും ഉണ്ട് എന്ന വിചാരം അയാളിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം അപാരമാണ്, അല്ലെ? മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഇസ്ലാമോഫോബിയ ബോധപൂർവം പ്രചരിപ്പിക്കപ്പെടുന്നു. ഇസ്ലാം പേടി, ഇസ്ലാമിനെ പേടിക്കണം, അവരുമായിട്ട് അടുക്കരുത്, അത് ഇസ്ലാം പഠിക്കരുത്, അത് വിശ്വസിക്കരുത്, അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിരന്തരമായ തെറ്റിദ്ധരിപ്പിക്കലാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യ മനുഷ്യൻ മുതൽ സകലരോടും വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണിത്. എന്താണ്? ഈ സത്യത്തെ നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് ഭയക്കേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടിയും വരില്ല. അപ്പൊ ഇത് സമാധാനത്തിന്റെ, ശാന്തിയുടെ പ്രത്യയശാസ്ത്രമാണ് എന്ന വലിയ ഒരു കാഴ്ചപ്പാടാണ് അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സൂക്തത്തില് അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതിന്റെ തന്നെ തുടർച്ചയാണ് 36-ാമത്തെ സൂക്തം. എന്താണ്? വല്ലദീന കദ്ദബൂ ബി ആയാത്തിന, ആർ നമ്മുടെ സൂക്തങ്ങളെ തള്ളിപ്പറയുന്നുവോ, കളവാക്കുന്നുവോ, വസ്തക്ബറു അൻഹ, ഇസ്തക്ബറ വലിപ്പത്തരം കാണിച്ചു എന്നാണ്. അൻ അതിന്റെ കൂടെ ചേരുമ്പോൾ അത് അഹങ്കാരമായിട്ട് മാറും. വസ്തക്ബറു അൻഹ എന്ന് പറഞ്ഞ ഹ എന്താണ്? അൻ ആയാത്തിന, നമ്മുടെ സൂക്തങ്ങളുടെ കാര്യത്തിൽ അഹങ്കരിക്കും. ഉലൈക അസ്ഹാബുന്നാർ, അവരത്രേ നരകക്കാര്. ഹും ഫീഹ ഖാലിദൂൻ, അവർ അവിടെ ശാശ്വതരാണ്. അല്ലാഹു അതിന് മറുവശം പറഞ്ഞാണ്, അല്ലെ? ഇവിടെ ഒരു മനുഷ്യന് സ്വയം തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളൊരു സാധ്യത കൂടി വരുന്നു. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഫമനിത്തഖ വ അസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ജാഗ്രതയോടെ ദൈവവിധികൾ പാലിച്ച് സ്വയം സംസ്കൃതനായി ജീവിക്കുന്ന ആൾക്ക് ഭയക്കേണ്ട, ദുഃഖിക്കേണ്ട. അതിന്റെ മറുവശമാണ് ഇതേ വചനങ്ങളെ തള്ളിപ്പറയുകയും അതിന്റെ കാര്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവര് നരകക്കാരാണ്, അവരവിടെ ശാശ്വതരാണ്. സ്വാതന്ത്ര്യമുണ്ട്, രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. ഏത് വേണം എന്നത് ഓരോ ആളും സ്വയം തീരുമാനിക്കേണ്ട വിഷയമാണ്. പക്ഷെ രണ്ടിനും രണ്ട് ഫലങ്ങളുണ്ടാവും. അത് അള്ളാഹു നൽകും, അത് നൽകിയേ പറ്റൂ. കാരണം അവൻ നീതിമാനാണ്, അതിനാൽ അവൻ കൃത്യമായിട്ട് വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന കാര്യം കൂടി അതോട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു പ്രകൃതിപരമായിട്ട് ഇവിടെ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയില്ലേ? ആ പ്രകൃതി യാഥാർത്ഥ്യങ്ങളുടെ കൂടെ തന്നെയാണ് മനുഷ്യന് ഏറ്റവും വിശുദ്ധമായ ജീവിതം ലഭിക്കാനുള്ള ഇസ്ലാം എന്ന ഈ പ്രത്യയശാസ്ത്രവും നൽകിയിട്ടുള്ളത്. പക്ഷെ മനുഷ്യരെന്താ ചെയ്യുന്നത്? നമ്മൾ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ പലതരം വിഭവങ്ങൾ ഉള്ളപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട ചിലത് മാത്രം എടുത്ത് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും പോലെ ഭൗതിക വിഭവങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ്. വായുവും വെള്ളവും വെളിച്ചവും അങ്ങനെ അനന്തമായ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ദൈവികമായ മാർഗദർശനങ്ങളിൽ നിന്ന് വഴിമാറി പോകാനാണ് മനുഷ്യൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്
ഇവിടെയും അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധേയമായ, വളരെ ആഴമേറിയ സൂക്തങ്ങളാണ് അല്ലെ. ഓരോ സമൂഹത്തിനും അള്ളാഹു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കുമ്പോൾ അത് ശിക്ഷയായിട്ടായിരിക്കും നിങ്ങളുടെ അവധി വന്നെത്തുക എന്ന ഉണർത്തലാണ്. പിന്നെ എന്താണ് പറഞ്ഞത്? ദൈവദൂതന്മാർ ഓരോ കാലഘട്ടത്തിലും വന്ന് സത്യസന്ദേശം നൽകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് സ്വീകരിച്ചാൽ ഭയവും ദുഃഖവും ഇല്ലാത്ത ജീവിതം ലഭിക്കും. അതിനെ തള്ളി പറഞ്ഞാലോ നരകാഗ്നിയാണ് അന്തിമ ഫലം എന്നുള്ള താക്കീതും നൽകിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിൽ കൂടുതൽ ധ്യാനിച്ചിരിക്കുവാൻ, ആശയങ്ങളെ നെഞ്ചോട് ചേർത്ത് ജീവിതത്തെ ശുദ്ധി ചെയ്തെടുക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കണേ നാഥ. എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ നാഥ. ഗസയിലെ സംഭവങ്ങൾ, ഇതുവരെ നടന്ന പലതും വേദനാജനകമാണെങ്കിലും ഒടുവിൽ ലോകത്തോട് ഗസ വിളിച്ചു പറഞ്ഞൊരു കാര്യം എന്താണ്? സത്യത്തിന്റെ സംഘം അതെത്ര ചെറുതാണെങ്കിലും അതാണ് ലോകത്ത് നിലനിൽക്കാൻ അർഹതയുള്ളത്. അസത്യം അതിന് നിലനിൽക്കാൻ അർഹതയില്ല എന്ന വലിയ സത്യമാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ആ കൊച്ചു സംഘത്തെ അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ നാഥ. ഖുദ്സിന്റെ വിമോചനം, ഫലസ്തീനിന്റെ വിമോചനം ആ കൊച്ചു സംഘത്തിലൂടെ സാധ്യമാക്കണേ റബ്ബെ. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അതിജീവിക്കാനുള്ള കരുത്ത് നൽകണേ നാഥ. രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബെ. മാനസിക പ്രയാസമുള്ളവർക്ക് ആശ്വാസം നൽകണേ നാഥ. കുടുംബപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് പരിഹാരങ്ങൾ നൽകണേ റബ്ബെ. കടബാധിതർക്ക് അതിൽ നിന്നുള്ള വിടുതൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ഞങ്ങളിൽ മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ എല്ലാവർക്കും സ്വർഗത്തിൽ ഉന്നതമായ ഇടം നൽകണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.